ജ്യോതിഷത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. നമ്മുടെ ജാതകം നോക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 12 രാശികളുടെ പേരുകൾ പഠിക്കണം. മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. ഇത് നമ്മുടെ മലയാള മാസങ്ങളുടെ പേരുകൾ തന്നെയാണ്. ഇനി 27 നക്ഷത്രങ്ങളുടെ പേരുകൾ പഠിക്കണം. ആ 27 നക്ഷത്രങ്ങൾ ഈ രാശികളിൽ എവിടെയൊക്കെയാണ് ഉള്ളതെന്നൊന്ന് നോക്കണം. അപ്പോൾ ഒരു രാശിയിൽ 2.25 നക്ഷത്രങ്ങളാണ് ഉള്ളത്. അപ്പോൾ മേടൻ രാശിയിലുള്ളത് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഇടവം, കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം, അര, ആയിരമര, തിരുവാതിര, പുണർതം, മുക്കാല്, മിഥുനം, പുണർതം കാല്, പൂയം, ആയില്യം, കർക്കിടകം, മകം, പൂരം, ഉത്രം കാല്, ചിങ്ങം, ഉത്രമുക്കാല്, അത്തം, ചിത്ര, അര, കന്നി, ചിത്ര, അര, ചോതി, വിശാഖം, മുക്കാല്, തുലാം, വിശാഖം കാല്, ആനിഴം, തൃക്കേട്ട, വൃശ്ചികൻ രാശി, മൂലം, പൂരാടം, ഉത്രാടം കാല്, ധനു, ഉത്രാടം മുക്കാല്, തിരുവോണം, അവിട്ടം, അര, മകരം, ആവിട്ടം, അര, ചതയം, പൂരുട്ടാതി മുക്കാല്, കുംഭം, പൂരുട്ടാതി കാല്, ഉത്രട്ടാതി, രേവതി, മീനം. അഭിജിത്ത് നക്ഷത്രത്തെ കുറിച്ച് വേറെ വീഡിയോ ഇരുന്നതായിരിക്കും. നമ്മൾ ഇങ്ങനെ തന്നെ ദാണ്ട് ഇതിൽ നോക്കി പഠിച്ചാൽ മതി. ഇപ്പൊ കേട്ട മനസ്സിലാവാത്ത ഇതിൽ ഇങ്ങനെ നോക്കി ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നാൽ നല്ലതാണ്. ഇത് ഇടുന്നത് ബൃഹത് പരാശര ഹോരശാസ്ത്രത്തിൽ നിന്നാണ്. ഇത് കേൾക്കാനും താല്പര്യമില്ലാത്തവര് പെട്ടെന്ന് പഠിക്കണമെന്നുള്ളൊരു ആ പുസ്തകം ഡൗൺലോഡ് ചെയ്ത് പഠിച്ചാൽ മതി.